ഗസ്റ്റ് അധ്യാപകനായി വർക്ക് ചെയ്യുന്ന കാലത്ത് 13 വിദ്യാർത്ഥികൾക്ക് ഒരു നോവൽ എഴുതി. ആ നോവൽ കുഞ്ഞിട്ട് അന്ന് പറഞ്ഞത് ഇത് ഒരു നോവലല്ല, 13 നോവലാണ്. എഴുത്തർ അംബിക സുധമാകരാണ്. അദ്ദേഹത്തിന് കുട്ടാണെങ്കിൽ 14 നോവലായി തീരുകയാണ്. ആ തരത്തില് 125. ഇനി അദ്ദേഹത്തിന്റെ ഓരോ ആളുകളുടെ കുടുംബം ഈ പുസ്തകത്തെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പെരുപ്പം ആലോചിക്കുക. അങ്ങനെ ഒരു പുസ്തകത്തെ പല നിലയ്ക്ക് എടുക്കുന്നത് ഒന്നാണെങ്കിൽ തുടർന്നത് 10 അവിടെ കൂടുതൽ 100 ചേർന്ന രീതിയിൽ ഈ പുസ്തകം മാറ്റിയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതിന്റെ സ്വഭാവം മൊത്തം പുസ്തകത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കവിതയിലെ മാത്രം കഥ വായിക്കാൻ, ഇത് ലേഖനം വായിക്കാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ്. വേറെ മറ്റൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഏതെങ്കിലും ഒരാളാണെന്നതാണ് ഇതിന്റെ കാരണം. ഇതിന്റെ സ്വഭാവം 3 തരത്തിലാണ് ഈ പുസ്തകത്തിലൂടെ പോകുന്നത്. വരുന്നത് അതിന് കലാസിപ്പാളയം എന്ന് പറഞ്ഞ ബിന്ദു സഞ്ജീവിന്റെ പുസ്തകം കവിത. ആ കവിത കേരളത്തിൽ വായിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അപരിചിതമാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കൂടുതലൊന്നും ഞാൻ വായിക്കുന്നില്ല. പുലർച്ചെ മുടി വാരി കെട്ടി വിളക്കുകാലിൽ ചായ ഊതി കുടിക്കുന്നു ഉദ്യാന നഗരം. സിറ്റി മാർക്കറ്റിന്റെ പൊതിഞ്ഞി കൂവേലുകൾ, മണ്ണ് മണക്കുന്ന ചീര, വഴുതന, വെണ്ട എല്ലാം പരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ പണ്ടത്തെ പടനിലമാണ്. രാവിലെ ടിപ്പുസുൽത്താന്റെ വേനൽക്കാല കൊട്ടാരത്തിലേക്ക് പ്രവേശനം തുടങ്ങി. ഇതൊന്നും അവസാനിക്കുന്നില്ല. അവസാനത്തെ വഴി മാത്രമേ വായിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ അയാൾ അടുത്തുള്ള വെങ്കട്ടരമണ ക്ഷേത്രത്തിൽ എല്ലാം ചരിത്രമാണ്. കേരളത്തിൽ ഒരാൾ വായിക്കുന്ന സമയത്ത് ഈ ബാംഗ്ലൂർ സന്ദർശിക്കണം, ഈ നാട് സന്ദർശിക്കണം തോന്നിപ്പോകുന്ന ഒരു കവിതയാണ്. അവസാനം രാത്രി പിറ്റേന്നത്തിലുള്ള പൂക്കൾ കെട്ടിത്തുടങ്ങുമ്പോൾ വീട്ടാൻ ഉറങ്ങി വീഴുന്നു സിലിക്കൺ നഗരം. തന്റെ പഴയ പാളയെ കണ്ടയാൾ തിരികെ പോകാനിരിക്കുമ്പോൾ മായാത്തൊരു ഓർമ്മയിൽ തിളങ്ങുന്നു പാരീസ നഗരം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന മനോഹരമായ സുന്ദരമായ ഒരു കവിതയാണ്. ഇതിന് നേരെ എതിരാണ് KR കൃഷ്ണന്റെ കവിത. അതും ഞാൻ വായിക്കുന്നില്ല. ദീർഘമായ കവിതയാണ്. ഒരു മുഴുവൻ പാട്ടിന്റെ ഓർമ്മ. അത് എന്നാൽ പാലക്കാടാണ്. ആ പാലക്കാടിലെ ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പിലാണ് KR കൃഷ്ണൻ അഭിസംബോധന ചെയ്തെങ്കിൽ ഇതിന്റെ മറ്റൊരു കവിത നമ്മുടെ ഏതാണ്ട് അവസാനം കൊടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ TP വിനോദിന്റെ കവിതയാണ്. ആ കവിത TP വിനോദ് ഭാഷ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കടങ്കഥയെക്കുറിച്ചുള്ള നിലവിളി എന്ന് പറഞ്ഞ പുസ്തകത്തിന് എടുക്കാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് നിർഭാഗ്യമായോ അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിന്റെ ഒരു കാവ്യരീതി എന്ന് പറഞ്ഞ അമ്പരപ്പിന്റെ കാവ്യരീതി നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാത്ത രീതിയിൽ ഭാഷയെ പുതുക്കിക്കൊണ്ടിരുന്ന കുറുക്കി മുഴക്കുന്ന ഒരു കവിയാണ് TP വിനോദ്. അദ്ദേഹം ഈ കവിത, ഈ പുസ്തകത്തിന്റെ മുഴുവൻ സാഹിത്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുന്നിച്ചേരുന്നത് എഴുതി വരുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ ഭാഷയിലെ അക്ഷരങ്ങളും വാക്കുകളും ഒരുതരം തുന്നലുകളാണ് കാണപ്പെടുന്നത്. തുന്നലുകൾ എന്ന് കാണപ്പെടുന്നത്. വരികളുടെ ഈ നിൽപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഈ പുസ്തകം മുഴുവനാണ് പറഞ്ഞത്. വരികളുടെ ഈ നിൽപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. മറുപുറത്തുള്ള എന്തിനെയോ കൂട്ടിപ്പിടിക്കുന്ന തുന്നൽ നൂലുകളല്ലേ കാണുന്നത്. അപ്പുറത്തിരിക്കുന്ന എല്ലാറ്റിനും നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ അരികിലെ കരുതയെ, ആർദ്രതയെ, നമ്മുടെ ജനാധിപത്യ ബോധത്തെ, നമ്മുടെ മതേതരത്തെ, നമ്മുടെ യുക്തിചിന്തയെ ഒക്കെ കൂട്ടി തുന്നുകയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൺവെട്ടത്തിൽ നിന്ന് തുളഞ്ഞു മറഞ്ഞ് തിരിച്ചു കയറി വന്നതല്ലേ അക്ഷരം ഓരോന്നും. നമ്മളെല്ലാവരും സാഹചര്യം കിട്ടിയപ്പോ, സന്ദർഭം കിട്ടിയപ്പോ എവിടെയോ മറയത്തിരുന്ന അക്ഷരങ്ങളൊക്കെ നമ്മുടെ സൈസ് പേപ്പറിലേക്ക് ഓടി വന്ന്, അല്ലെങ്കിൽ നമ്മുടെ ടാബിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക്, നമ്മുടെ മൊബൈലിലേക്ക് ഓടി വന്നതല്ലേ. നമ്മുടെ ഭാവനയും ജീവിതത്തെയും ചേർത്ത് നിർത്തുന്നത് മുറുകി നിൽപ്പിന്റെ ഈ അധോ തലമല്ലേ. വല്ലാത്തൊരു മുറുകി നിൽപ്പ്, വല്ലാത്തൊരു തുന്നിച്ചേർക്കൽ. എഴുതുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഭാഷ അദൃശ്യമായ എത്ര മുറിവുകൾക്കുള്ള ശുശ്രൂഷയാവുന്നത്. എഴുതുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഭാഷയുണ്ടല്ലോ, അത് അദൃശ്യമായ എത്ര മുറിവുകൾക്കുള്ള തുന്നിച്ചേർക്കലുകളാണ്. സത്യത്തിൽ നമ്മുടെ ഓരോ മുറിവിനുള്ള ഔഷധമാണ് വാസ്തവത്തിൽ ഓരോ എഴുതുന്നത്. അതുകൊണ്ടൊന്നും നിസ്സാരമല്ല. ഒരു എഴുത്തിനെ നോക്കി നീ എന്താണ് പനയാവത്തെ ചോദിക്കുന്നത്. പനയാണ്.